ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രീത. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം, കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി നെല്ലിക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നും കൂടി നോക്കാം. അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് 20 നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ പുഴുങ്ങിയൊന്നും എടുക്കാണ്ടാണ് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ 4 പീസാക്കി അരിഞ്ഞെടുക്കാം. ഇതിനെക്കാട്ടി ചെറിയ പീസാക്കി അരിഞ്ഞാലും കുഴപ്പമില്ല. അച്ചാറിന് വേണ്ടി എന്തൊക്കെയാണ് ചേർക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ നല്ല ജീരകം, 1 സ്പൂൺ ഉലുവയും, എല്ലാം സെയിം അളവിൽ തന്നെ. കടുക്, ആ അളവിൽ തന്നെ പെരുംജീരകം കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമുക്കിത് വറുത്ത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ചൂടാവണം. ഇപ്പം നമുക്ക് ഈ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ലെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് 2 തുടം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വെളുത്തുള്ളിക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെല്ലിക്ക പുഴുങ്ങാണ്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ യാതൊരു സംശയവും വേണ്ട, പുഴുങ്ങാണ്ട് എടുത്താലും നെല്ലിക്ക അച്ചാർ സൂപ്പർ തന്നെയായിരിക്കും. ഇനി നെല്ലിക്ക 3-4 മിനിറ്റ് വരെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് വേണ്ടി ഞാനൊരു 4 പച്ചമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിച്ച പൊടികളും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊടിയിട്ട ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണം. ഇനി 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സെയിം അളവിൽ തന്നെ നല്ല ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റും കൂടി വരും, മധുരമൊക്കെ വരുമ്പോഴേക്കും. ഇനി ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടും. കടുകും നല്ല ജീരകവും പെരിഞ്ജീരകവും ഒക്കെ അരച്ചിട്ടേക്കുന്നുണ്ട്. ആ ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ അച്ചാറിന്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.